വിക്രമാദിത്യൻ വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ല. പുറകെ ചെന്ന് വേതാളത്തെ പിടിച്ചു. വേതാളം അപ്പോഴും മഹാരാജാവിനോട് കഥ പറഞ്ഞു തുടങ്ങി. മന്ദാരി എന്ന നഗരത്തിൽ വസിച്ചിരുന്ന ഒരു ബ്രാഹ്മണന് അതിസുന്ദരിയായ ഒരു പുത്രിയുണ്ടായിരുന്നു. ഒരു ജ്ഞാനിയും ഒരു സൂത്രക്കാരനും ഒരു ശൂരനും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. കന്യകയുടെ പിതാവ് അവളെ ഒരാൾക്ക് കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞു. പക്ഷേ ഓർക്കാപ്പുറത്ത് ഒരു രാക്ഷസൻ ഒരു നാൾ അവളെ തട്ടിക്കൊണ്ടുപോയി. അവളുടെ മാതാപിതാക്കൾ അതീവ ദുഃഖിതരായി. ജ്ഞാനി ദർശന ശക്തിയാൽ കന്യക എവിടെയാണെന്ന് പറഞ്ഞു. സൂത്രക്കാരൻ ആകാശത്തിലൂടെ സഞ്ചരിക്കുവാൻ ഒരു രഥമുണ്ടാക്കി. ശൂരൻ അതിൽ കയറി രാക്ഷസനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് കന്യകയെ തിരിച്ചു കൊണ്ടുവന്നു. വീണ്ടും അവളെ ആര് വിവാഹം കഴിക്കും എന്ന പ്രശ്നം പൊന്തി വന്നു. ഇത്തവണ വേതാളം പറഞ്ഞു, രാജാവേ, ആരാണ് വാസ്തവത്തിൽ അവളെ വിവാഹം ചെയ്യാൻ അർഹൻ? വിക്രമാദിത്യൻ അതിനുത്തരം നൽകി, അതിൽ സംശയമൊന്നുമില്ല. കൂടുതൽ സാമർഥ്യം പ്രകടിപ്പിച്ച ശൂരനാണ് അവളെ വിവാഹം കഴിക്കേണ്ടത്. വിക്രമാദിത്യൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേതാളം കെട്ടഴിച്ച് പഴയ സങ്കേതത്തിലേക്ക് ഓടിപ്പോയി. വിക്രമാദിത്യൻ പിന്നെയും വേതാളത്തെ പിടിച്ചുകൊണ്ടുവരുമ്പോൾ പഴയപടി അത് പറഞ്ഞു തുടങ്ങി പുതിയൊരു കഥ. സോമദൈവികം എന്ന രാജ്യത്തിലെ കാളിക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരുവൻ ഒരു യുവസുന്ദരിയെ കണ്ട് മോഹിച്ച് ക്ഷേത്രനടയിൽ അയാൾ ശപഥം ചെയ്തു, ഹേ ദേവി, ഇവളെ എനിക്ക് വിവാഹം ചെയ്തു തന്നാൽ ഞാൻ എൻ്റെ ശിരസ് അവിടത്തേക്ക് ബലി നൽകാം. അയാൾ വീട്ടിൽ ചെന്ന് ബന്ധുക്കൾ മുഖേന പറഞ്ഞാലോചിച്ച് അവളെ തന്നെ വിവാഹം ചെയ്തു. വധുവും സഹോദരനും അയാളും കൂടി സ്വഗൃഹത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആദ്യത്തെ കാളിക്ഷേത്രത്തിന്റെ അരികിലെത്തി. രണ്ടുപേരെയും ഒരു മരത്തണലിൽ ഇരുത്തി യുവാവ് ദേവി സന്നിധിയിൽ ചെന്ന് സ്വന്തം ശിരസ് ബലി കഴിച്ചു. കുറെ കഴിഞ്ഞ് സഹോദരൻ അയാളെ തിരഞ്ഞ് ക്ഷേത്രത്തിലെത്തി. ആ രംഗം കണ്ട് ദുഃഖിതനായി അയാൾ തന്റെ തല വെട്ടി മരിച്ചു. രണ്ടുപേരെയും കാണാതെ അന്വേഷിച്ചെത്തിയ വധു ഭർത്താവും സഹോദരനും മരിച്ചു കിടക്കുന്നത് കണ്ട് സ്വയം ജീവൻ വെടിയാൻ തയ്യാറാകവേ ദേവി പ്രത്യക്ഷപ്പെട്ട് അവളെ ആശ്വസിപ്പിച്ചു. അവളുടെ അപേക്ഷ പ്രകാരം രണ്ടാൾക്കും ജീവൻ കൊടുക്കുവാൻ ദേവി നിശ്ചയിച്ചു. വേർപെട്ടുപോയ ശിരസുകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കവേ ശിരസുകൾ പരസ്പരം മാറിപ്പോയി. അവർക്ക് പ്രാണൻ നൽകിയിട്ട് ദേവി അന്തർധാനം ചെയ്തു. ഭർത്താവിന്റെ ശിരസ് അവളുടെ സഹോദരന്റെ ശരീരത്തിലും സഹോദരന്റെ ശിരസ് ഭർത്താവിന്റെ ശരീരത്തിലും ആയിപ്പോയി. ഇതികർത്തവ്യ മൂഢയായ അവൾക്ക് ലജ്ജയും അതിലേറെ സങ്കടവുമായി. വേതാളം ചോദിച്ചു, രാജാവേ, ആരെയാണ് അവൾ ഭർത്താവായി സ്വീകരിക്കേണ്ടത്? വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു, ആരാണോ അവളെ കണ്ടയുടനെ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അവനാണ് യഥാർത്ഥത്തിൽ അവളുടെ ഭർത്താവായി ഇരിക്കേണ്ടത്. ഇത് കേട്ടയുടനെ വിക്രമാദിത്യനിൽ നിന്നും മുക്തി നേടി വേതാളം പൂർവ്വസ്ഥാനത്തേക്ക് തന്നെ തിരിച്ചുപോയി.